മുരുകൻ പകരം ദേവിയെ പ്രതിഷ്ഠിച്ച കുമാരനല്ലൂരമ്മയുടെ അദ്ഭുത കഥ അറിയാമോ? ഒരിക്കൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഭഗവതിയുടെ മൂക്കുത്തി മോഷണം പോയി. ഈ വിവരം അറിഞ്ഞ് പാണ്ഡ്യരാജാവ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഒടുവിൽ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനറിയാതെ മൂക്കുത്തി പോകില്ലെന്ന് രാജാവ് തീർച്ചപ്പെടുത്തി. എന്നാൽ ശാന്തിക്കാരൻ നിരപരാധിയായിരുന്നു. എന്നാൽ രാജാവ് 40 ദിവസത്തെ സമയം കൊടുത്തു. കിട്ടാത്ത പക്ഷം ശാന്തിക്കാരനെ തലയെറുക്കാൻ രാജാവ് ഉത്തരവിട്ടു. പലയിടത്തും തിരഞ്ഞു, എന്നാൽ കണ്ടെത്താനായില്ല. ഒടുവിൽ 39-ാം ദിവസമായി. ശാന്തിക്കാരൻ അതീവ ദുഃഖിതനായി അന്നത്തെ ദിവസം കഴിച്ചുകൂട്ടി. അന്നു രാത്രി അദ്ദേഹത്തിന് ഒരു സ്വപ്നദർശനമുണ്ടായി. ഒരു യുവതി ഇനിയെവിടെ താമസിച്ചാൽ ആപത്താണെന്നും പോയി രക്ഷപ്പെടാമെന്നും എന്നും പറഞ്ഞു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ശാന്തിക്കാരൻ ആരെയും കണ്ടില്ല. ഉടനെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഓടാൻ തുടങ്ങി. ആ സമയത്ത് സ്വപ്നത്തിൽ വന്ന യുവതി വീണ്ടും മുന്നിൽ പ്രത്യക്ഷനാകുകയും താനും കൂടെ വരികയാണെന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് അവർ ശാന്തിക്കാരന്റെ മുന്നിലായി ഓടിത്തുടങ്ങി. ശരീരശോഭയിൽ ശാന്തിക്കാരൻ വഴി വ്യക്തമായി കാണാൻ കഴിഞ്ഞു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ആ സ്ത്രീ അപ്രത്യക്ഷയായി. അപ്പോൾ വഴി പൂർണ്ണമായും ഇരുട്ടിലായി. തുടർന്ന് ശാന്തിക്കാരൻ അടുത്തുള്ള ഒരു വഴിയമ്പലം കണ്ടെത്തുകയും അന്ന് അവിടെ കിടന്നുറങ്ങുകയും ചെയ്തു. അക്കാലത്ത് ചേരമാൻ പെരുമാൾ ഉദയനാപുരത്ത് ഭഗവതിക്കും കുമാരപുരത്ത് സുബ്രഹ്മണ്യനും ക്ഷേത്രങ്ങൾ പണിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ശാന്തിക്കാരൻ പിറ്റേന്ന് ഉണർന്നത് കുമാരപുരത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ്. അത്ഭുതത്തോടെ അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ ശ്രീകോവിലിൽ മധുര മീനാക്ഷിയെ അദ്ദേഹത്തിന് കാണാനിടയായി. തന്നെ പിന്തുടർന്നു വന്ന യുവതി ദേവി ആയിരുന്നു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവിടെ കൂടിയിരുന്നവരോടെല്ലാം മധുര മീനാക്ഷി ശ്രീലകത്ത് കുടികൊണ്ടെന്നും കുമാരനല്ല ഊരിലെന്നും വിളിച്ചു പറഞ്ഞു. നാട്ടുകാർ വന്നു നോക്കിയപ്പോൾ അവർക്ക് ആരെയും കാണാനുണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ് ക്ഷേത്രത്തിലെത്തിയ ചേരമാൻ പെരുമാൾക്കും ഒന്നും കാണാനുണ്ടായിരുന്നില്ല. ശാന്തിക്കാരൻ തന്നെ തൊട്ടുകൊണ്ട് നോക്കാൻ ആവശ്യപ്പെടുകയും അപ്രകാരം ചെയ്തപ്പോൾ ശ്രീലകത്ത് ഭഗവതിയെ കാണാനിടയായി. തനിക്ക് നേരിട്ട അനുഭവങ്ങളെല്ലാം ശാന്തിക്കാരൻ അദ്ദേഹത്തെ അറിയിച്ചു. സംഭവങ്ങൾ കേട്ട പെരുമാൾ ഭഗവതിക്ക് താൻ യാതൊന്നും കൊടുക്കില്ലെന്നും പറഞ്ഞ് ഉടനെ പെരുമാൾ ഉദയനാപുരത്തേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അതികഠിനമായ മൂടൽമഞ്ഞുണ്ടാകുകയും ഒന്നും കാണാതാകുകയും അവർ വഴിതെറ്റി അലയാൻ തുടങ്ങുകയും ചെയ്തു. ഇത് ദേവീകോപം മൂലമാണെന്നും മനസ്സിലാക്കുകയും ചെയ്തു. ഭഗവതിക്ക് ശക്തിയുണ്ടെങ്കിൽ മഞ്ഞു മുഴുവൻ മാറിപ്പോകും, പെരുമാൾ പറഞ്ഞു. ഉടനെ മഞ്ഞു മുഴുവൻ മാറിപ്പോയി. തുടർന്ന് ദേവീക്ഷേത്രത്തിൽ തിരിച്ചെത്തി അവിടെ പ്രതിഷ്ഠയ്ക്ക് വച്ചിരുന്ന സുബ്രഹ്മണ്യ വിഗ്രഹം ഉദയനാപുരത്തേക്ക് കൊണ്ടുപോകാൻ ഉത്തരവിടുകയും ഉദയനാപുരത്ത് പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ചിരുന്ന ദേവീ വിഗ്രഹം കുമാരപുരത്തേക്ക് എത്തിക്കുവാൻ ഉത്തരവ് ഇട്ടു. എന്നാൽ വിഗ്രഹം ഉടനെ വന്നുചേരില്ലെന്ന് അറിവു കിട്ടി. എന്തു ചെയ്യും എന്നാലോചിച്ച് കിടന്നുറങ്ങിയ അദ്ദേഹത്തിന് ഭഗവതിയുടെ ഒരു സ്വപ്നദർശനമുണ്ടായി. ഉചിതമായ ഒരു വിഗ്രഹം കുമാരപുരത്തിന് നിന്ന് അല്പം വടക്കുകിഴക്കുമാറി കിണറ്റിൽ കിടപ്പുണ്ടെന്നും അത് പ്രതിഷ്ഠ നടത്താൻ അരുളി. ഉടനെ വിഗ്രഹം എടുത്ത് ആഘോഷപൂർവ്വം വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. സർവൈശ്വര്യദായിനിയായ ആ ആദിപരാശക്തി കുമാരനല്ലൂരമ്മ എന്നു അറിയപ്പെട്ടു.